കാരണം ഞങ്ങൾക്ക് ആർക്കും ഇതിന്റെ കഥ വലിയ അതാണ് അത്. പല കഥകളും ഞങ്ങൾ മറ്റേ ട്രെയിലർ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഷോട്ടുകൾ തന്നെ മനസ്സിലായത്. അപ്പൊ ഞങ്ങൾ ആരെ വിടും? ഞങ്ങളെ ചാരത്തിയെ വിടും. റൈറ്ററുടെ പ്രിയ പത്നി പോയിട്ട് അവർക്ക് അവിടേക്ക് പോയി നിൽക്കാനും എന്തെങ്കിലും പറയാൻ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിലൊരു ചുറ്റുവട്ടത്തൂടെ നടക്കാൻ ഞങ്ങൾക്ക് അത്രയും നിങ്ങൾക്കുള്ള സ്പേസ് അങ്ങനെയല്ല. ഞാൻ കറക്റ്റ് സ്പൈവർക്ക് ഇവരൊക്കെ നന്നായി ചെയ്യുന്ന ആളാണ്. ഇത് സംഭവിക്കുന്നത് അനുരാഗ് കശ്യപ്. ഓ അങ്ങനെ അപ്പൊ നമ്മളെ ഇന്നലത്തെയും കൂടെ ചേർത്ത് വരുമ്പോ ചിലപ്പോ അതിങ്ങനെ വരും. കാട്ടിലുള്ള സീൻസ് ഒന്നും അങ്ങനെ നമുക്ക് നമ്മുടെ സീൻസും കാര്യങ്ങളും മാത്രമേ ഇതറിയുള്ളൂ. പലപ്പോഴും നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ വിളിച്ചിരുത്തി എല്ലാവരുടെയും പരാതി, പൊതുവെ ആക്ടേഴ്സിന്റെ പരാതി, പണിയെടുക്കാൻ വിളിച്ചിട്ട് വിളിക്കുന്നില്ലല്ലോ, വെയിറ്റിംഗ് ആണെന്നുള്ളതിൽ എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആകാറാണ്. പ്രത്യേകിച്ച് സീനിയർ ആക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു സെറ്റില് അവര് വന്നു കഴിഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ വിളിക്കേണ്ട സമയമാകുമ്പോഴേ അവരെ ലൊക്കേഷനിലേക്ക് പ്രൊഡക്ഷൻ കൊണ്ടുവരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ്സ് ആണ്. ഇത് ആർക്കും പോകണ്ട, ഇവിടെ അഭിനയിക്കാൻ പോകണ്ട, അപ്പൊ പോരെ എടാ ഞാനിപ്പോ വരാട്ടോ, ഞാൻ ഒന്ന് പോയിട്ട് എന്താ എടുത്തത്? ഞാൻ സാരി ഇങ്ങനെ ഇട്ടിട്ട് പോയി. അല്ല ഞാനൊന്ന് സാരി പറഞ്ഞു. നീ ഞാൻ ഇന്നലെ അഭിനയിച്ച തെറ്റിപ്പോയി തോന്നുന്നു, എനിക്കൊന്നും കിട്ടിയില്ല. അഭിനയിച്ച തെറ്റിപ്പോവുക. കാരണം ഞങ്ങൾക്ക് ആർക്കും ഇതിന്റെ കഥ വലിയ അതാണ് അത്. പല കഥകളും ഞങ്ങൾ മറ്റേ ട്രെയിലർ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഷോട്ടുകൾ തന്നെ മനസ്സിലായത്. അങ്ങനെയല്ല, റൈറ്റേഴ്സിന്റെ ടീം വന്നിട്ട് വേഗം ശ്യാമണ്ടനുള്ള അല്ല, ഇത് ആ ഒരു രീതി തന്നെയാ പറഞ്ഞത്. കാരണം ഒരു വൺ ലൈൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ളത് അറിയില്ല. അപ്പൊ ഞങ്ങൾ ആരെ വിടും? ഞങ്ങളെ ചാരത്തിയെ വിടും. റൈറ്ററുടെ പ്രിയ പത്നി പോയിട്ട് അവർക്ക് അവിടേക്ക് പോയി നിൽക്കാനും എന്തെങ്കിലും പറയാൻ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിലൊരു ചുറ്റുവട്ടത്തൂടെ നടക്കാൻ ഞങ്ങൾക്ക് അത്രയും നിങ്ങൾക്കുള്ള സ്പേസ് അങ്ങനെയല്ല. ഞാൻ കറക്റ്റ് സ്പൈവർക്ക് ഇവരൊക്കെ നന്നായി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ ശ്യാം ഇതുപോലെ ഇരിക്കും, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഓരോ സീനുകളും കറക്റ്റ് എല്ലാ റൈറ്റേഴ്സും കൂടെ വന്നിരുന്ന് എല്ലാവരെയും വിളിച്ച് ദ ഹോൾ സ്റ്റോറി വാസ് നറേറ്റഡ്. അത് കഴിഞ്ഞിട്ട് സീൻസിന് നമുക്ക് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു. ഫണ്ടിന് നമുക്ക് ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല അത് ഒരു സംശയമില്ലാത്ത കാര്യം. ഇപ്പൊ ഇത്രയും ബാക്കി നമ്മൾ പറഞ്ഞപ്പോ അത് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ വിടും, എന്താന്ന് അറിയണം എന്തൊക്കെയാണ്. ഗൈസ് ഇത് സംഭവിക്കുന്നത് അനുരാഗ് കശ്യപ്. ഓ അങ്ങനെ അപ്പൊ നമ്മളെ ഇന്നലത്തെയും കൂടെ ചേർത്ത് വരുമ്പോ ചിലപ്പോ അതിങ്ങനെ വരും. കാട്ടിലുള്ള സീൻസ് ഒന്നും അങ്ങനെ നമുക്ക് നമ്മുടെ സീൻസും കാര്യങ്ങളും മാത്രമേ ഇതറിയുള്ളൂ. അത് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഡിസ്കഷൻ വെച്ച് ഞങ്ങളെ ഡൈനിങ് ടേബിളിൽ ഒരു റൂമുണ്ട്, അവിടെ എല്ലാവരും ഇരുന്ന് എല്ലാവർക്കും ഓരോ പേപ്പർ കൊടുത്ത് എല്ലാവരും ഇരുന്ന് വായിച്ച് അത് ഡയലോഗ് പ്രാക്ടീസ് ചെയ്ത് അപ്പൊ നമ്മൾ അവിടുന്ന് അങ്ങ് ആക്ടിങ്ങിന്റെ ഇത് ക്രിയേറ്റീവ് സൈഡ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഷോട്ടിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. അപ്പം കാര്യങ്ങളൊക്കെ വളരെ ഈസി. പിന്നെ എല്ലാവരും സാവകാശക്കുറവുണ്ട്. അതെ അതെ, തയ്യാറെടുക്കാനും കഥാപാത്രത്തിലേക്ക് കുറെ പണികളുണ്ടായിരുന്നു. ബേസിക്കലി നമുക്ക് ഓടിക്കൊണ്ടിരിക്കണ്ടായിരുന്നു സുരഭിയുടെ ഓരോരുത്തരെ. അതെ പല പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ഒരുപാട് ജോലിയാണ്. അതുകൊണ്ടാണ് ഇത്രയും രസകരമായ ഒരു സെറ്റ് നമുക്ക് ചിരിപ്പിച്ച് ഞങ്ങളെ കൊന്നു കളഞ്ഞു സുരഭി ഞങ്ങളെ.